നമുക്കിന്ന് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കിയാലോ? നമ്മുടെ സുഹിയന്റെ വകയിൽ ഒരു ബന്ധുവായിട്ട് വരും കേട്ടോ ഈ മുന്തിരിക്കൊത്ത്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ 1 കപ്പ് ചെറുപയർ ഒന്ന് ചൂടാക്കി എടുക്കാം. നല്ലപോലെ ചൂടായി വന്ന പയറിലേക്ക് 3-4 ഏലക്ക കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് 1 കപ്പ് തേങ്ങ കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങയുടെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പയറിലേക്ക് ഈ തേങ്ങ കൂടി ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ചെറിയ തരികളുള്ള പൊടിയായിട്ടാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ഉണ്ട ശർക്കരയുടെ പകുതി വെള്ളം കുറച്ച് പാനിയാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മധുരമൊക്കെ നന്നായിട്ട് പൊടിയിലേക്ക് പിടിച്ചൊന്ന് കുതിർന്നു വരട്ടെ. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇനി ഒരു ബൗളിൽ 1/2 കപ്പ് അരിപ്പൊടിയും 2 നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ടകൾ ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മുടെ മുന്തിരിക്കൊത്ത് തയ്യാറായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം, മീര കൃഷ്ണൻ.